أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം, ഈ സൂറത്തിൻ്റെ അവസാനത്തെ 3 ആയത്തുകൾ 75, 76, 77 ആയത്തുകളാണ് ഓതി വച്ചിട്ടുള്ളത്. ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ 2 ജുസുവിൻ്റെ പരീക്ഷ കൂടി നടക്കേണ്ടതുണ്ട്. ഇതിനോട് സഹകരിച്ച എല്ലാവരും പരീക്ഷയിലും പങ്കെടുക്കുകയും ആ മനസ്സിലാക്കിയത് എത്രമാത്രമായി എന്നതിനെ സംബന്ധിച്ച് ഒന്നുകൂടി അയവിറക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. ഈ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഉലൈക അക്കൂട്ടർ, യുജ്സൗന അവർക്ക് നൽകപ്പെടും, പ്രതിഫലമായി നൽകപ്പെടും, അൽ ഗുർഫത അറകൾ, ബിമാ സബറു അവർ ക്ഷമിച്ച കാരണത്താൽ. അക്കൂട്ടർ അവർ ക്ഷമ കൈക്കൊണ്ട കാരണത്താൽ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ, ഉയർന്ന അറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വയുലഖൗന ഫീഹ അവിടെ വെച്ച് അവരെ സ്വീകരിക്കപ്പെടും, തഹിയ്യത്തൻ നല്ല അഭിവാദനത്തോടു കൂടി, വ മുഖാമ അതുപോലെ തന്നെ സമാധാന ആശംസയോടു കൂടിയും. അവരവിടെ സ്വീകരിക്കപ്പെടുന്നത് നല്ല അഭിവാദനത്തോടു കൂടിയും സമാധാന ആശംസകളോടുകൂടിയും ആയിരിക്കും. മാത്രമല്ല ഖാലിദീന ഫീഹ അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഹസുനത്ത് ഏറ്റവും നല്ല രൂപത്തിലുള്ള മുസ്തഖറൻ വാസസ്ഥലമായിരിക്കും അവിടെ ഉണ്ടാവുക. ബമുഖാമ ഏറ്റവും നല്ല സങ്കേതവുമായിരിക്കും അവർക്കവിടെ ഒരുക്കിയിട്ടുണ്ടാവുക. ഏറ്റവും നല്ല രൂപത്തിലുള്ള വാസസ്ഥലവും ഏറ്റവും നല്ല നിലക്കുള്ള സങ്കേതവുമായിരിക്കും അവർക്കവിടെ ഒരുക്കിയിട്ടുണ്ടാവുക. അതിലവർ നിത്യവാസികളും ആയിരിക്കും. ഖുൽ നബിയെ താങ്കൾ പറയുക, മാ യഅ്ബു ബിക്കും റബ്ബി എൻ്റെ രക്ഷിതാവ് എന്ത് തരത്തിലുള്ള പരിഗണനയാണ് നിങ്ങൾക്ക് നൽകുക. മാ യഅ്ബു ബിക്കും റബ്ബി എൻ്റെ രക്ഷിതാവ് എന്ത് തരത്തിലുള്ള പരിഗണനയായിരിക്കും നിങ്ങൾക്ക് നൽകുക. ലൗലാ ദുആഉക്കും നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഇല്ല എങ്കിൽ,
എന്ത് പരിഗണനയാണ് എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകുക? ഫഖദ് കദ്ദബ്തും, നിങ്ങൾ അവനെ കളവാക്കിയിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ കളവാക്കിയിരിക്കുന്നു. ഫസൗഫ യക്കൂനു ലിസാമ, അതുകൊണ്ട് അതിനുള്ള ശിക്ഷ വഴിയെ നിങ്ങൾക്ക് അനിവാര്യമായും നൽകപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അവസാനം, നിങ്ങൾക്ക് പിന്നീട് നൽകുക തന്നെ ചെയ്യും. കഴിഞ്ഞ ആയത്തുകൾ ഇബാദുർ റഹ്മാൻ്റെ പരമകാരുണികനെ നേർക്കുനേരെ അംഗീകരിച്ച ആളുകൾക്ക് കിട്ടാൻ പോകുന്ന പ്രവർത്തനങ്ങളായിരുന്നു, അവർക്ക് കിട്ടുന്ന പാരിതോഷികങ്ങളെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ട് അള്ളാഹു അവരുടെ പ്രതിഫലം ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ഉലായിക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അവർ ക്ഷമിച്ചതുകൊണ്ട് അവർക്ക് വലിയ നിലക്കുള്ള സ്ഥാനം പ്രതിഫലമായി അള്ളാഹു നൽകും. ഇവിടെ സബറു എന്ന് പറഞ്ഞത്, ക്ഷമിച്ചതുകൊണ്ട് എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഇസ്ലാമിക ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ എന്തായാലും ആ വിശ്വാസികളെ എതിർക്കാൻ സാധ്യതയുണ്ട്, ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലാ കഥകൾ കെട്ടിപ്പറയാൻ സാധ്യതയുണ്ട്, മാനസികമായി ശാരീരികമായൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അത് എക്കാലവും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ക്ഷമിക്കുക, നമ്മാൽ സാധിക്കുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, ഒരിക്കലും കാല് പിന്നോട്ട് വെക്കാതിരിക്കുക. അങ്ങനെ ക്ഷമിച്ച കാരണത്താൽ അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് ഉറഫാണ്. ഉറഫ് എന്ന് പറഞ്ഞാൽ അറകളാണ്, പലതരത്തിലുള്ള അറകൾ. അവരറകളിൽ നിർഭയരായിരിക്കുമെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവർക്ക് അറകൾക്ക് മീതെ വേറെയും അറകളുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ തഹരീം സൂറത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുമറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ അറകളും അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ പരലോകത്ത് അവരെ കാത്തിരിക്കുന്നു, അവർ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്നതുകൊണ്ട്. എന്നിട്ട് യുലഖൗന ഫീഹ, അവരവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ആ സ്വീകരിക്കുമ്പോൾ തഹിയ്യത്തൻ വസ്സലാമ, നല്ല അഭിവാദന രീതിയിൽ, അതേപോലെ തന്നെ സമാധാന കാംക്ഷയോട് കൂടിയിട്ടുള്ള ആ രൂപത്തിലായിരിക്കും അവരവിടെ സ്വീകരിക്കുന്നത്. തഹിയ്യത്ത് എന്ന് പറയുന്നത് താമസിക്കാനുള്ള അവർക്കുള്ള ക്ഷണമാണ്. സലാം എന്നാൽ സമാധാനത്തിലേക്കുള്ള ക്ഷണവുമാണ്. മുറിഞ്ഞു പോകാത്ത സ്വർഗീയ സുഖങ്ങളിൽ, സ്വർഗത്തിൽ അവിടെ ഇനിയുള്ള കാലം മുഴുവൻ സ്വസ്ഥമായി താമസിച്ചോളൂ എന്ന് പറയുന്ന ഒരഭിവാദന രീതിയാണ് സ്വർഗത്തിലുള്ളത്. ആ അഭിവാദനം അള്ളാഹുവിൽ നിന്ന് നേരിട്ടാവാം, അതല്ല അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളിൽ നിന്നാവാം. എന്തായാലും തഹിയ്യത്തും സലാമും അവിടെ നിർബന്ധമായും കിട്ടിക്കൊണ്ടേയിരിക്കും. അതോടുകൂടി ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഇനി നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം എന്താകുമെന്ന പേടിയൊന്നും അവർക്കില്ല. എല്ലാ കാലവും അവിടെ താമസിക്കാൻ അവർ സാധിക്കും. ഹസനത്ത് മുസ്തഖറവും മുഖാമ, അവരുടെ വാസസ്ഥലവും അതുപോലെ തന്നെ സങ്കേതവുമൊക്കെ വളരെ വളരെ നല്ലതായിരിക്കും. അള്ളാഹു ആദ്യം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തു, രണ്ടാമതായിട്ട് ആദരവ് വാഗ്ദാനം ചെയ്തു, മൂന്നാമതായിട്ട് അവർക്ക് സ്വർഗത്തിൻ്റെ വിശേഷണം ശുഭവാർത്തയായി വിവരിച്ചു കൊടുക്കുകയാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവരുടെ വിശേഷണങ്ങളിൽ പെട്ടതാണ് എല്ലാ ഉപദ്രവത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും മുക്തമാവുക എന്നുള്ളത്. അതായത് അവർ നല്ല സമാധാനത്തോടു കൂടിയായിരിക്കും അതിൽ വാസിക്കുന്നുണ്ടാവുക. ഏറ്റവും നല്ല വാസസ്ഥലമായിരിക്കും എന്നുകൂടി പറഞ്ഞു തരാണ്. നരകം എന്ന് പറയുന്ന ദുഷിച്ച സ്ഥലത്തിൻ്റെ നേരെ എതിരായ ശബ്ദമാണ് ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ എന്നുള്ളത്.
എന്നിട്ട് പറയുന്നു, അള്ളാഹു നബിയോട് പറയാണ്, കൊൽ നബിയെ താങ്കൾ പറയുക, ഈ അവിശ്വാസികളോടൊക്കെ താങ്കൾ പറഞ്ഞേക്കുക, മാ യാബോബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ പിന്നെ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഈ ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ദുആനെ പറ്റി പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ നന്മക്ക് നിങ്ങൾ, അവൻ ചെയ്തു തന്ന നന്മക്ക് നിങ്ങൾ കാണിക്കുന്ന നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇല്ല എങ്കിൽ പിന്നെ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകാൻ പോകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുക. മാത്രമല്ല, ഫഖദ് കദ്ദബ്തും, നിങ്ങൾ കളവാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫസൗഫ യകൂനു ലിസാമ, ലിസാം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫസൗഫ യകൂനു ലിസാമ, നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങൾ കളവാക്കിയതിനുള്ള ശിക്ഷ നൽകിക്കൊണ്ടേയിരിക്കും. അതിലൊരു സംശയവും ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ കളവാക്കിയതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അനിവാര്യമാകും. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അത് അറിയിച്ചു തന്നിരിക്കുന്നു. എൻ്റെ തീരുമാനം അടിയാറുകളായ അവരുടെ ആരാധനയില്ലാതെ എനിക്ക് വല്ലാത്ത നോവും എന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് എന്തോ കുറവ് വരും എന്ന രൂപത്തിലുള്ള ഒരു കാര്യവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനവും പ്രാർത്ഥനയും അവരുടെ എല്ലാ കാര്യങ്ങളും നേരെയാകുന്നില്ല എങ്കിൽ അവരെ ഒരു നിലക്കും പരിഗണിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇതിൽ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നുള്ള രൂപത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ മനുഷ്യരെയും, നബിയുടെ കാലത്തുള്ളവരെയും തുടർന്നുള്ള ആളുകളെയും ഒക്കെ അള്ളാഹു പരിഗണിക്കുന്നു എന്ന് ചിന്തിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന്മാരിൽ ഉറച്ചു നിൽക്കാൻ, സദ്വൃത്തരായ ആളുകളായി നിൽക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.